നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 693rd day. Today 13th sloka of Pradama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 694 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ചിത്രസ്വനേ പത്രരഥീർ വിഭ്രമദ്ഭ്രമരശ്രിയ നളവേണുശരസ്തംഭ കുശകീജഗഹ്വരം. ഓം തത്സത്. ചിത്രസ്വനേ പത്രരഥീർ വിഭ്രമരശ്രിയ നളവേണുശരസ്തംഭ കുശകീജഗഹ്വരം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ചിത്രസ്വനേ പത്രരഥേ വിഭ്രമരശ്രിയ നളവേണു ശരസ്തംഭ കുശ കീചക ഗഹ്വരം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ചിത്രധ്വജേ എന്ന് പറഞ്ഞാൽ ചിത്രസ്വനേ ബഹുവിധ ശബ്ദങ്ങളോട് പലവിധ സ്വനേ ശബ്ദങ്ങൾ. ചിത്രം അതായത് ബഹുവിധം പലതരത്തിലുള്ള ശബ്ദങ്ങളോട് കൂടിയ പത്രരഥേ പക്ഷികളെ കൊണ്ടും വിഭ്രമരശ്രിയ വിഭ്രമത് അങ്ങിങ്ങും പറക്കുന്ന വണ്ടുകളെ. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടുകൾ. വണ്ടുകളെ കൊണ്ടും ശോഭിക്കുന്ന ശ്രീയ ശോഭിക്കുന്നതും ആയ ആ നളിനി ആ താമരപ്പൊയ്കയാണ് ഈ വർണ്ണന കൊണ്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ താമരപ്പൊയ്കയാണ് ഇങ്ങനെ വർണ്ണിച്ചത്. നളവേണു ശരസ്തംഭ കുശകീചക ഗഹ്വരം. നളങ്ങൾ, വേണുക്കൾ, ശരങ്ങൾ ഇവയുടെ സ്തംഭങ്ങൾ കൊണ്ടും കുശങ്ങൾ പുല്ലുകൾ കൊണ്ടും കീചകങ്ങൾ കൊണ്ടും കാണാൻ പ്രയാസമായിട്ടുള്ള കുടീരങ്ങളും ഒക്കെ ഉള്ള ആ കാടിനെയാണ് വർണ്ണിക്കുന്നത്. നാരദർ കടന്നു ചെല്ലുന്ന വഴിയെയാണ് ഇങ്ങനെ വർണ്ണിച്ചത്. ചിത്രസ്വന വിചിതങ്ങളായ ശബ്ദങ്ങളോട് കൂടിയ ആ വണ്ടുകളോട് കൂടിയിട്ടുള്ളതും നളവേണു ശരസ്തംഭ കുശകീചക ഗഹ്വരം ഇങ്ങനെയൊക്കെയുള്ള പുല്ലുകളും കീചകന്മാരും സ്ഥരസ്തംഭങ്ങളും നളങ്ങളും ഒക്കെയുള്ള ഗഹ്വരം ഗുഹകളോടും ഒക്കെ കൂടിയ അതിഭയങ്കരമായ ആ വഴിയെയാണ് നാരദർ താൻ വടക്കോട്ട് പോകുമ്പോൾ കണ്ട ആ വഴിയെയാണ് വ്യാസഭഗവാന് പറഞ്ഞു കൊടുക്കുന്നത്. പ്രകൃതി ചില സ്ഥലത്തൊക്കെ ഭാഗവതത്തിൽ പ്രകൃതിയെ അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ഒരു ആനയുടെ ഗജേന്ദ്രമോക്ഷത്തിൽ ആന വിഹരിക്കുന്ന കാടിനെ ഇങ്ങനെ ഇടയിലിടയിൽ ഓരോ സ്ഥലത്ത് പ്രകൃതി രമണീയത വളരെ നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ പ്രകൃതി രമണീയയാണ് ഇവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല അങ്ങുമിങ്ങും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന നാനാമാതിരി പക്ഷികളും അങ്ങുമിങ്ങും മുരണ്ടു നടക്കുന്ന വണ്ടുകളെ കൊണ്ട് മനോഹരവുമായ ആ സ്ഥലങ്ങളും താമരപ്പൊയ്കകൾ എന്നിവയുള്ള സ്ഥലങ്ങളെ അതിൽ പോകുമ്പോൾ രാമച്ചപ്പുല്ല്, മുളകൾ, കരിങ്ങാലികൾ, ദർഭപ്പുല്ല് അതൊക്കെയാണ് കുശകീചക കുടിലുകൾ കൊണ്ട് സഞ്ചരിപ്പാൻ കഷ്ടമായിട്ടുള്ള കുശകീചക ഗഹ്വരം. അത് നളവേണു ശരസ്തംഭ കുശകീചക ഗഹ്വരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് നാനാവിധമായിട്ടുള്ള
മുളകളും പച്ചപ്പുല്ലുകളും കരിങ്ങാലികൾ, ദർഭപ്പുല്ല്, കുശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല് എന്നിവയെ കൊണ്ടുള്ള കുടിലുകൾ നിറഞ്ഞതുമായിട്ടുള്ള പാത അടുത്ത ശ്ലോകത്തിൽ അത് പൂർത്തിയാക്കുകയാണ്. ഈ 4 ശ്ലോകങ്ങളും കൂടിയിട്ടുള്ള ഒരു അർത്ഥം വരുന്ന ഇതാണ് ഈ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിലായി. ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ ഈ ശ്ലോകത്തിലുമായിട്ടൊക്കെ ആ സ്ഥല വർണ്ണനയാണ്. വടക്കോട്ട് പോകുമ്പോൾ കാണുന്ന സ്ഥലത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ചിത്രസ്വനീ പത്രരഥീർ വിഭ്രദ്ഭ്രമരശ്രിയ വിഭ്രമദ്ഭ്രമരശ്രിയ നളവേണു ശരസ്തംഭ കുശകീജഗഹ്വരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.